ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ഫിഷ് നിർവ്വാണം ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് നമ്മൾ സിലോപ്പി നന്നാക്കി മീനൊക്കെ മസാല പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പാൻ ഇവിടെ ചൂടായിട്ടുണ്ട്. ഞാനിതിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മീൻ ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ 2 മീനാണ് ഇതിൽ വറുത്ത് കോരിയെടുക്കുന്നത് കേട്ടോ. അപ്പം നമ്മുടെ ഇത് ഒരു ഭാഗം നന്നായിട്ട് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്കൊന്ന് മറച്ചിട്ട് കൊടുക്കണം. അപ്പം നമ്മുടെ ഫിഷ് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് മറച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് സിമ്മിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് ഇങ്ങനെ ഫിഷ് ഫ്രൈ ആയിട്ട് വരും കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഫിഷ് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടതൊരു വാഴയില വാട്ടിയെടുക്കലാണ്. അപ്പം ഞാനിത് ഓൾറെഡി വാട്ടിയെടുത്തിട്ടുണ്ട്. നമ്മളൊരു പാത്രത്തിൽ വെച്ചിട്ട് നമ്മൾ വറുത്ത ഫിഷ് അതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതാ നമ്മളിങ്ങനെ വെച്ച് കൊടുത്തു. പിന്നെ അതിന് ശേഷം നമ്മൾ കുറച്ച് തേങ്ങാപ്പാൽ ഇതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാനൊരു അരമുറി തേങ്ങയുടെ പാൽ, ചെറിയ തേങ്ങയുടെ പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് ശേഷം നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അല്പം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുള്ള പച്ചമുളക്, അതേപോലെ കറിവേപ്പിൻ്റെ ഇല, മല്ലിച്ചപ്പ്, അതൊക്കെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മളൊന്ന് നന്നായിട്ടൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ഫിഷ് നിർവ്വാണം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. മറച്ചിടേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അപ്പോൾ നമുക്കിതൊന്ന് വെള്ളം ഏകദേശം വറ്റും വരെ നമുക്കൊന്ന് ഇങ്ങനെ ഇതേപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഫിഷ് നിർവ്വാണം ടേസ്റ്റും ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഞാൻ എങ്ങനെയുണ്ടെന്ന് നോക്കുക കേട്ടോ. അപ്പോൾ ഇതാ അടിപൊളിയാണ് കേട്ടോ ഫിഷ് നിർവ്വാണം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.